Watch full episodes on Jio Hotstar. ഇതാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും നല്ല ജോലി. കളിക്ക് കളിയും വരുമാനത്തിന് വരുമാനവും അല്ലേ? അതേ മോട്ടു, ഈ ജോലി വളരെ നല്ലതാണ്. പക്ഷെ വളരെ ഉത്തരവാദിത്തമുള്ള ജോലിയാ. കണ്ണൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ എല്ലാം തകിടം മറിയാനുള്ള സാധ്യതയുണ്ട്. എന്റെ പത്തിൽ ഇത്രയൊന്നും ചിന്തിക്കാതെ, അല്ലെങ്കിൽ നിന്റെ ഇത്രയും പോകുന്ന തലച്ചോറ് പൊട്ടിത്തെറിക്കും കേട്ടോ. എന്റെ മോട്ടു, എന്റെ തലച്ചോറൊന്നും പൊട്ടിത്തെറിക്കില്ല. കാരണം അതിന്ന് ലീവ് എടുത്തിരിക്കുകയാണ്. ഇങ്ങോട്ടാണല്ലോ വന്നത്, പിന്നെ എങ്ങോട്ടാവൻ പോയത്? അവനെ ഇനി എവിടെ വെച്ച് കണ്ടുമുട്ടാനാ? എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടാവും അവൻ. വരൂ, നമുക്ക് അന്വേഷിക്കാം. ഐസ്ക്രീം വേണം, പിന്നെ എനിക്ക് ചോക്ലേറ്റ്. എന്റെ പത്തലു ഇത് വലിയ പ്രശ്നമാണെന്നാണല്ലോ തോന്നുന്നത്. പിള്ളേര് എന്തൊക്കെയാ ചോദിക്കുന്ന നോക്കിയേ. എന്റെ മോട്ടു, ഇതെന്തായാലും വലിയ പ്രശ്നമാവാൻ പോവുക. ഈ പിള്ളേരുടെ വീട്ടുകാരാണെങ്കിൽ നോക്കാൻ കാശ് പോലും തന്നിട്ടില്ല. അവര് പറഞ്ഞിരുന്നു 1 മാസം കഴിഞ്ഞതിന് ശേഷമേ തരുള്ളൂ എന്ന്. മാത്രമല്ല നമ്മുടെ കയ്യിൽ 5 പൈസ പോലും ഇല്ലല്ലോ. അങ്കിളെ, ഐസ്ക്രീം തരൂ, ഐസ്ക്രീം തരൂ പ്ലീസ്. അയ്യോ ഇല്ല മോനെ, ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഐസ്ക്രീം തരാൻ പറ്റൂലെന്നേ. നിങ്ങളുടെ പേരൻസ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടി എന്താ തന്നുവിട്ടത്, നിങ്ങൾ അത് കഴിച്ചാ മതിന്നേ. വേണ്ട, എനിക്ക് ഐസ്ക്രീം വേണം, ഐസ്ക്രീം വേണം, ഐസ്ക്രീം വേണം, ഐസ്ക്രീം വേണം. അപ്പൊ നിക്കൂന്നേ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. നിങ്ങൾക്കെല്ലാവർക്കും ഐസ്ക്രീം വേണോ? കം വിത്ത് മീ. ഇതെന്താ, പിള്ളേരൊക്കെ എവിടെ പോയി? ഞാൻ പറഞ്ഞില്ലേ, കണ്ണ് തെറ്റിയാൽ എല്ലാം തകിടം മറിയോന്ന്. എനിക്ക് തോന്നുന്നത് നമ്മുടെ കണ്ണ് തെറ്റിയപ്പോ ജോൺ ദ ഡോൺ കുട്ടികളെല്ലാം കൊണ്ടുപോയെന്നാ. അല്ല പത്തലു, നമ്മൾ ഇനി എന്ത് ചെയ്യും? പിള്ളേരുടെ മാതാപിതാക്കളൊക്കെ ഒന്ന് നമ്മൾ ഇടിച്ച് ചമ്മന്തിയാക്കൂലേ? വേഗം വാ, നമുക്ക് പോയി കുട്ടികൾ എവിടെയാണെന്ന് തെരഞ്ഞു നോക്കാം. എന്റെ ദൈവമേ, ഇതെന്തൊരു അത്ഭുതം! എനിക്ക് മനസ്സിലാവണില്ലല്ലോ. ഇത്രയും അധികം പിള്ളേര് എവിടുന്ന് വന്ന് കേറി, ഒന്നും പിടികിട്ടണല്ലോ. എന്തായാലും എനിക്ക് ലാഭം ഉണ്ടാക്കണ കാര്യല്ലേ, നമ്മുടെ ബിസിനസ് നടക്കും. ഇവിടെ ബിസിനസ് ശരിക്കും നടക്കുന്നുണ്ടല്ലോ തന്നെ. ഇതേ പോണു, ഒന്നൊന്നായിട്ട് തന്നെ എണീറ്റ് പോണുണ്ടല്ലോ ഓരോ ഐസ്ക്രീം. അയ്യോ, എന്താ സംഭവിക്കണമെന്ന് ഒരു പിടിയും കിട്ടണില്ലല്ല. ഇതേ പോണു മാംഗോ, ചോക്ലേറ്റും പോണുണ്ട്. ദൈവമേ, ഇതൊക്കെ ആരും ഓർഡർ കൊടുത്തിട്ട് എങ്ങനെ പോണാന്ന് ഒരു പിടിയും കിട്ടണല്ലോ. ഐസ്ക്രീമേ ഒന്ന് നിക്ക്. അയ്യോ 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 അയ്യോ, എന്റെ കാര്യം പോക്കാണെന്ന് തോന്നുന്നു. എന്റെ ബിസിനസ് കൊള്ളാൻ തോണ്ടിയേ, എനിക്ക് വയ്യേ. യു ആർ വെൽക്കം. അയ്യോ, എന്തൊരു വെൽക്കമായി ഞാനീ പറയണേ. യു വിൽ നോട്ട് കം, നെവർ കം. ഞാൻ എന്തൊക്കെയാ ഈ പറയണേ, എനിക്കൊന്നും മനസ്സിലാവണില്ല. ജോൺ, അവിടെ നിക്ക്. 3 വരെ എണ്ണും. അപ്പോഴത്തേക്കും പിള്ളേർ എവിടെയാന്ന് പറയണം. നീ വേണേ 100 വരെ എണ്ണിക്കോ, എന്തായാലും ഞാൻ പറയില്ല. കാരണം എനിക്ക് അറിയത്ത് പോലും ഇല്ലല്ലോ നീ ഏത് പിള്ളേരുടെ കാര്യമാ ഈ പറയുന്നതെന്ന്. മോട്ടു, പോത്തിനോട് വേദമോതിയിട്ട് കാര്യമില്ല. ഇവന്റെ ഭാഷയിൽ പറഞ്ഞു മനസ്സിലാക്ക്. അപ്പ എല്ലാം ഓർമ്മ വന്നോളും. എടാ, നിങ്ങൾ രണ്ടുപേരും എന്തിനാ ഇങ്ങനെ കണ്ടുപൊത്തി നിൽക്കുന്നത്?
അതെന്താന്നറിയോ ബോസ്? ബോസിനെ തല്ലുന്നത് കണ്ടു നിൽക്കാനാവില്ല. മണ്ടന്മാരെ, രണ്ടെണ്ണം എന്റെ കൺമുന്നിൽ നിന്ന് വേഗം സ്ഥലം വിട്ടോ. മോട്ടു, ഇവൻ പറയുന്നത് ഇനി സത്യമാണോ? ഇനി ഇവൻ പറയുന്നത് സത്യമാണെങ്കിൽ ആലോചിക്കൂ, പിള്ളേരെ മറ്റാരായിരിക്കും കൊണ്ടുപോയിരിക്കുക? ചിങ്കം സാറിനെ ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ ചിങ്കം സാർ. The name is ചിങ്കം. ഞാൻ അവന് മനസ്സിലാക്കി കൊടുക്കാം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. അറിയാമല്ലോ, impossible. അതെ, ഞങ്ങൾ അവരെ അന്വേഷിച്ചു പോവുക. ഞങ്ങളുടെ കുട്ടികളെ കാണാതായോ? എവിടെയാണ് ഞങ്ങളുടെ മക്കളെ പോയത്? ഇങ്ങനെ തല്ലിക്കൊണ്ടിരിക്കും. പറയണോ? നോക്ക്, കണ്ടില്ലേ? ഈ പിള്ളേരെയായിരിക്കും ആ മോട്ടും പത്തലും അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നത്. ഇവര് കാരണം ആ മോട്ടും പത്തലും എന്നെ അടിച്ചത്. അപ്പ നമ്മൾ ഈ പിള്ളേരെ അടിക്കുന്നോ? പിള്ളേരെ നേരെ കൈവക്കിയാലുണ്ടല്ലോ. മിണ്ടാതെ എന്റെ കൂടെ വന്നോ. നമുക്ക് ആ പിള്ളേരെ പിടിച്ച് മോട്ടുവിന്റെയും പത്തലുവിന്റെയും അടുത്തെത്തിക്കണം. എന്നിട്ട് പറയണം, നമ്മള് കള്ളന്മാരാണ്, പക്ഷേ പിള്ളേരെ പിടുത്തക്കാരനല്ലെന്ന്, പൈസ മാത്രമേ മോഷ്ടിക്കാറുള്ളൂ എന്ന്. ഇനി എന്നെ ഒന്നും ചെയ്യരുത്, രക്ഷിക്കണേ. ചിങ്കം സാറേ, ഒന്ന് വേഗം വരണേ, ബാങ്ക് കൊള്ളയടിച്ചിരിക്കുക. പിള്ളേരുടെ കയ്യിൽ നിന്ന് തല്ല് മേടിച്ചിരിക്കുക ഈ ഡോൺ. ഇനി എങ്ങനെയാണാവോ ഈ ജോൺ ഡോൺ ആവുന്നത്? ഏയ്, എവിടെ പോയി കുട്ടികള്? മര്യാദക്ക് പറഞ്ഞോ. എന്റെ പൊന്നു സാറേ, എനിക്കൊന്നും അറിയത്തില്ല. ഇതാ ബാങ്കിൽ നിന്ന് കൊള്ളയടിച്ച പണമാ. ഇത് എടുത്ത് ഞങ്ങളെ ജയിലിൽ കൊണ്ട് ഇട് സാറേ. കള്ളം തന്നെ മോഷണത്തിന്റെ സൂചന തരുന്നു, തൊണ്ടി മുതൽ കയ്യിലും തരുന്നു. അതെങ്ങനെ സംഭവിക്കും? ഇതിൽ എന്തോ ഒരു തരികട ഉണ്ട്. എന്താന്ന് വെച്ചാ വേഗം പറ. കുട്ടികൾ എവിടെ പോയി? എന്റെ പൊന്നു സാറേ, എനിക്കൊന്നും അറിയത്തില്ല. സാറിന്റെ തൊപ്പിയാണ് സത്യം. എന്റെ മീതെ സത്യം ചെയ്യുന്നു. ഞാൻ നിന്നെ വെറുതെ വിടില്ല. ഇന്ത്യൻ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം, ഭാരതമാണ് സത്യം. ഇത് മൊത്തം തല്ലടല്ലോ കിട്ടുന്നത്. ഇതാരെയാണാവോ ഞാൻ കടി കണ്ടത്? ഈ ഡോണിന്റെ അഭിമാനത്തിന് ഒരു വിലയില്ലേ? വേണ്ട സാറേ, അടിക്കരുത്. വേണ്ട. ഐ വാണ്ട് റെസ്പെക്ട്. എവിടെയും കാണുന്നില്ലല്ലോ. നീ അവിടെ ഉണ്ട്. ദൈവത്തിന് നന്ദിയുണ്ട്, പിള്ളേരെ കിട്ടിയല്ലോ. കള്ളന്മാരിവിടെ ഉപേക്ഷിച്ചു പോയെന്നാ തോന്നുന്നു. അങ്ങനെയാണെന്നാ തോന്നുന്നേ. അതെ സുഹൃത്തുക്കളെ, നിങ്ങളുടെ എല്ലാവരുടെയും പിള്ളേരെ കിട്ടി. ഇവരൊക്കെ ഇവിടെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളൊക്കെ അവരവരുടെ പിള്ളേരെ വിളിച്ചോണ്ട് പോയിക്കോ. എന്നാൽ നിങ്ങൾ അടുത്തുണ്ടായിട്ടും ഇവർ എങ്ങനെ ഇവിടം വരെ എത്തി? ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? അടിക്കവരെ. അതെ, ഒന്ന് നിക്കണേ. ഈ ഭംഗിയുള്ള ചെക്കൻ ആരുടെ പയ്യനാ? എടാ മോനെ, നീ ആരുടെ മോനാ? നിന്റെ മമ്മിയും പപ്പയും ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും. കണ്ടില്ലേ അവരൊക്കെ എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്ന്? നിങ്ങളെ കാണുന്നില്ലെന്ന് കണ്ടപ്പം അവരൊക്കെ ഞങ്ങൾ എന്തുമാത്രം തല്ലിന്ന് കണ്ടോ? മോൻ പറ, മോന്റെ പേരൻസ് ഒക്കെ ഇപ്പൊ എവിടെയാ ഉള്ളത്? പറ. ഞാൻ എന്റെ അച്ഛനെയും അമ്മേനെയും വിട്ടിട്ട് ഇങ്ങോട്ട് ഓടി വന്നതായിരുന്നു. അങ്ങനെയാ ഈ കൂട്ടുകാരെ എനിക്ക് കിട്ടിയത്. ഞാനാണ് ഇവരെ ഐസ്ക്രീം തിന്നാനായി കൊണ്ടുപോയത്. ഇവരെല്ലാവരും എന്റെ കൂടെ വന്നതായിരുന്നു. ഐ എം സോ സോറി.
എന്നിട്ട് നമ്മള് മോട്ടു പത്ലുവിനെ തല്ലി. ഞങ്ങളോട് ക്ഷമിക്കും മോട്ടു പത്ലു. വി ആർ സോറി മോട്ടു പത്ലു. ഏയ് സാരമില്ല, അതൊന്നും കുഴപ്പമില്ല. ഇത്രയും വലിയ നഗരത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സംഭവിക്കണമല്ലോ. എന്റെ ഏലിയൻ കുട്ട, നീ നിന്റെ അച്ഛന്റെ അമ്മേന്റെ അടുത്തേക്ക് ചെല്ല്. കാരണം നിന്റെ അച്ഛനും അമ്മയും അവിടെ ഇരുന്ന് ഇവരെ പോലെ തന്നെ ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും കുട്ട. ദേ നോക്ക്, ഇവരൊക്കെ വിഷമിക്കുന്നത് പോലെ. സോറി. ഇപ്പോഴാണ് മനസ്സിലായത് അച്ഛനും അമ്മയും അവരെ കുട്ടികളെ എത്രയധികം സ്നേഹിക്കുന്നുണ്ടെന്ന്. ഞാൻ വലിയ തെറ്റാ ചെയ്തത്. എനിക്ക് അവരുടെ സ്നേഹം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം കണ്ടപ്പോ മനസ്സിലായി. ഞാൻ ഇനി അവരുടെ ഒപ്പം ജീവിച്ചോളാം. ബൈ ബൈ ബൈ. ബൈ ബൈ. വീണ്ടും കാണാട്ടോ. Watch India's largest kids library only on Jio Hotstar. Download the app now.